നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ജയിൽ മോചിതനായ യുവാവ് പോലീസ് മർദ്ദനം മൂലമാണ് മരിച്ചതെന്ന് ആരോപിച്ച് പിതാവ് രംഗത്ത്. പുനലൂർ ഉപജില്ലാ കലോത്സവം 3-ാം ദിവസം പിന്നിടുന്നു. വേദികളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ ജില്ലാതല മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ജയിൽ മോചിതനായ യുവാവ് മരണപ്പെട്ടതിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്ന് പിതാവ്. അഞ്ചൽ പനച്ചിവിളയിലാണ് സംഭവം. പനച്ചിവിള ഭാഗ്യകുന്ന് സ്വദേശി ബിജുവാണ് മരണമടഞ്ഞത്. ജയിൽ മോചിതനായ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മരണകാരണം ലോക്കപ്പ് മർദ്ദനമാണെന്നും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം. അഞ്ചൽ പനച്ചിവിള ഭാഗ്യകുന്ന് ബിജു ഭവനിൽ ബിജു എന്ന യുവാവാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മരണപ്പെട്ടത്. അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ 3-ാം തീയതി കോടതിയിൽ ഹാജരാക്കുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. റിമാൻഡിലായ ബിജുവിന് 4-ാം തീയതി ജാമ്യം ലഭിക്കുകയും വൈകിട്ട് 5 മണിയോടെ കൊട്ടാരക്കര സബ് ജയിലിൽ നിന്നും മോചിതനാവുകയുമായിരുന്നു. ജയിൽ മോചിതനായ ബിജുവിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവാവിനെ പുനലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് യുവാവ് മരണപ്പെട്ടത്. പോലീസിന്റെ മർദ്ദനത്തെ തുടർന്നുണ്ടായ അസ്വസ്ഥതയാണ് മരണത്തിന് കാരണമായതെന്ന് ബിജുവിന്റെ പിതാവ് പറയുന്നു. പോലീസ് വന്ന് എന്റെ വീട്ടിൽ നിന്ന് എന്റെ മകനെ പിടിച്ചറിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഒറ്റ കേസാണ് കാര്യം. 6000 രൂപ സൃഷ്ടിച്ച് ഞങ്ങൾ പണം കെട്ടിവെച്ചിട്ട് 3 ദിവസം എൻ്റെ മകനെ ഒരു കക്കൂസിനകത്തിട്ടുന്നതാണ് എൻ്റെ അറിവ്. താരീഖിൽ നിന്ന് എൻ്റെ കിട്ടുന്നത് മെനഞ്ഞാന്ന് 5 മണിക്കാണ്. എൻ്റെ മോനെ കിട്ടുമ്പം ഒന്നുമില്ല, എല്ലാം തീർന്ന്. പിന്നെ എല്ലാം കൊണ്ടുപോയി. എനിക്ക് കിട്ടിയില്ല. എന്തൊരു തീരുമാനം എടുക്കണം. ഞാൻ എന്നോട് അപേക്ഷിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനിടയിലും നാട്ടുകാരും പോലീസും തമ്മിൽ തർക്കം നടന്നു. ആർഡിഒയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യമാണ് തർക്കത്തിന് കാരണമായത്. തുടർന്ന് ആർഡിഒ എത്തിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. യുവാവിന്റെ മരണം കസ്റ്റഡി മരണത്തിന് തുല്യമായ നിലയിലാണെന്നും മരണപ്പെട്ട യുവാവിന്റെ ആശ്രിതരുടെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എന്തായാലും ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ നിഷ്ഠൂരമായ ഒരു സമീപനമാണ് ഇക്കാര്യത്തിലുണ്ടായിരിക്കുന്നത്. അവര് ഇപ്പൊ തന്നെ ഞങ്ങളെല്ലാം ഇപ്പൊ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ആർഡിഒയുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത്. എല്ലാം വീഡിയോ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം എല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷേ വളരെ അഞ്ചൽ പോലീസിന്റെ വളരെ ഉത്തരവാദിത്വമില്ലാത്ത വളരെ അതിക്രൂരമായ പ്രവർത്തനം. അതായത് 2 കുട്ടികളും ഭാര്യ അടങ്ങുന്ന ഒരു കുടുംബം, അതായത് 1 സെന്റ് ഭൂമിയില്ലാത്തൊരു കുടുംബം. അപ്പൊ ആരെയായാലും നമുക്ക് ശിക്ഷിക്കുന്നതിനൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ആരായാലും പിന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മാതൃകാപരമായി ശിക്ഷിക്കുന്ന അവസ്ഥ നമുക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതാണ് അതിക്രൂരമായിട്ട്. അതായത് അഞ്ചലെങ്കിൽ ഇത് അടുത്ത കാലത്ത് ഇത്തരത്തിൽ നടന്നു വന്നിട്ട് ഇതുപോലുള്ള സംഭവം അടുത്ത കാലത്തും ഉണ്ടായിട്ടുണ്ട്. വളരെ മോശം നിഷ്ഠൂരമായ രീതിയിലാണ് ഈ പോലീസിന്റെ നടപടി. അങ്ങേയറ്റം ഈ നാട്ടുകാർ പ്രതീക്ഷ ഇവിടെ വലിയൊരു വൻപിച്ച ജനാവലി കൂടെ കാത്തുകൊണ്ടായിരുന്നു. സത്യത്തിൽ ഇന്ന് ഈ മൃതദേഹം യഥാർത്ഥ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ ഇവിടെ ജനങ്ങളുടെ എല്ലാം കൂടെ ഇതെല്ലാം കൂടെ മാനിച്ചാണ് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് അടക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ പ്രത്യക്ഷമായിട്ട് തന്നെ സമരപരിപാടി ഇതിന് മാതൃകാപരമായി ഇതിന് ഉത്തരവാദപ്പെട്ടവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ കണ്ടുപിടിച്ചിരിക്കുന്നതുവരെ വളരെ സമരമാർഗ്ഗങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് പോകാൻ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ചു. ഇതുകൊണ്ട് തന്നെ ഗവൺമെന്റ് തന്നെ ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടിയും സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പുനലൂർ KSRTC ഡിപ്പോയിൽ ധർണ സംഘടിപ്പിച്ചു. AITUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം H. രാജീവൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി പുനലൂർ KSRTC ഡിപ്പോയിൽ വെള്ളിയാഴ്ച ധർണ സംഘടിപ്പിച്ചു. 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, പെൻഷൻ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക, KSRTCയെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടന്നത്.
യൂണിറ്റ് പ്രസിഡന്റ് പീറ്റർ ജോർജിന്റെ അധ്യക്ഷതയിൽ പ്ലാന്റേഷൻ യൂണിയൻ ദേശീയ സെക്രട്ടറിയും സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗവും AITUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് H. രാജീവ് ധർണ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനമാണ് ട്രാൻസ്പോർട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ. അപ്പൊ അതിൽ നിന്ന് ലാഭം എന്നുള്ളതല്ല, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പരമാവധി അവരുടെ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി, അവർക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ള സംവിധാനം ഗവൺമെന്റ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള തരത്തിലാണ് ഈ കോർപ്പറേഷനെ കാണുന്നത്. ഇവിടെ നഷ്ടത്തിന്റെ കണക്ക് പറയുമ്പോൾ നഷ്ടമല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുന്നതാണ്. കോടിക്കണക്കിന് രൂപയുടെ മറ്റ് ആസ്തികൾ കോർപ്പറേഷനുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ ചെറിയ ട്രാൻസ്പോർട്ടുകൾ 1-2 സർവീസ് നടത്തുന്ന സ്വകാര്യ വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരിക്കലും അവരുടെ സർവീസുകൾ നഷ്ടമായിട്ട് കാണുന്നില്ല. ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് സെക്ടറിലുള്ള ചില സ്ഥാപനങ്ങൾക്കാണ് നമ്മളെ പോലെയുള്ള നമ്മുടെ മറ്റ് ആസ്തികൾ എടുത്ത് പരിശോധിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി നമുക്കുള്ളതാണ്. അപ്പൊ ഇതൊരിക്കലും നഷ്ടമുള്ളതല്ല. പട്ടാഴി ഗോപിനാഥൻ, R. വിജയകുമാർ, A. നാസറുദ്ദീൻ, R. ജയകുമാർ, K. അനിൽകുമാർ, K. പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിൽ നടന്നു. BMS സംസ്ഥാന സെക്രട്ടറി N. K. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നാഥൻ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം BMS സംസ്ഥാന സെക്രട്ടറി N. K. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ബോധമുള്ള തൊഴിലാളിവൽകൃത വ്യവസായം, വ്യവസായവൽകൃത രാഷ്ട്രം, ഇതാണ് നമ്മുടെ നയം. KSRTCയുടെയും KSEBയുടെയും പ്രവർത്തനം താഴോട്ടു പോകുന്നതായി N. K. മോഹൻദാസ് കുറ്റപ്പെടുത്തി. KSRTC എംപ്ലോയീസ് നേരിടുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ്. KSRTCയിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ വേതനം ലഭിക്കുന്നില്ല എന്നും മോഹൻദാസ് പറഞ്ഞു. കേരളത്തിലെ 2 വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ആ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും പ്രവർത്തനം വളരെ ശക്തമായി തുടങ്ങേണ്ടതാണ്, പ്രവർത്തിക്കേണ്ടതാണ് എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. ഒന്ന് KSRTC, മറ്റൊന്ന് KSEB. ഈ 2 സ്ഥാപനങ്ങളിലും നമ്മുടെ പ്രവർത്തനം ശക്തമാക്കണം. അനവധി വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിലും അതിന്റെ പ്രവർത്തനം താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേണ്ട രീതിയിൽ ശക്തമായ ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആ വ്യവസായം, അങ്ങനെയുള്ളൊരു വ്യവസായമായി അത് മുന്നോട്ട് പോകുന്നില്ല. സംഘാടക സമിതി ജനറൽ കൺവീനർ C. ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ശിവരാജൻ അധ്യക്ഷനായി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് K. ഗോപിനാഥൻ നായർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നും ഗാർഹിക കണക്ഷൻ നൽകുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ തൊളിക്കോട് പമ്പ് ഹൌസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നും കരവാളൂർ പഞ്ചായത്തിലേക്ക് ഗാർഹിക കണക്ഷനുകൾ നൽകുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കരവാളൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ തൊളിക്കോട് പമ്പ് ഹൌസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊളിക്കോട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പമ്പ് ഹൌസ് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ഉപരോധം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാത്ര രാജേഷിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് നേതാവ് G. ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പനംകുറ്റിമലയിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് 13 പഞ്ചായത്തുകൾക്കും പരവൂർ നഗരസഭയ്ക്കും കുടിവെള്ളം നൽകുവാനുണ്ടായ പദ്ധതിയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി. ഈ പദ്ധതിക്ക് ചെലവായത് 295 കോടി രൂപ ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായി മാറേണ്ടിയിരുന്നത് പുനലൂർ നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള പദ്ധതി ആരംഭിക്കുന്ന പുനലൂർ നഗരസഭാ പ്രദേശവും കരവാളൂർ പഞ്ചായത്തും ഇടമുളയ്ക്കൽ പഞ്ചായത്തും അഞ്ചൽ പഞ്ചായത്തും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളായിരുന്നു ഈ പദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളായി ആദ്യഘട്ടത്തിൽ തന്നെ മാറേണ്ടിയിരുന്നത്. പ്രിയമുള്ളവരെ, വിരോധാഭാസം എന്ന് പറയട്ടെ, പുനലൂർ നഗരസഭയിൽ നിന്നും
നമുക്ക് ഓരോരുത്തർക്കും കുടിക്കേണ്ട വെള്ളം ഇവിടെ നിന്നും പമ്പ് ചെയ്തുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും പുനലൂർ മുനിസിപ്പൽ പ്രദേശത്തുള്ള ആളുകളെ ഇളിഭ്യരാക്കിക്കൊണ്ട് വിഡ്ഢികളാക്കിക്കൊണ്ട് പുനലൂർ മുനിസിപ്പൽ പ്രദേശത്തെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അന്ന് അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പുനലൂരിലെ MLAക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. MLA പറയുന്നത് അന്ന് ഈ പദ്ധതിയുടെ പ്രോജക്ട് തയ്യാറാക്കിയപ്പോൾ ശ്രീ PS സുബാലായിരുന്നു MLA. അദ്ദേഹമായിരുന്നു അന്ന് ആവശ്യപ്പെടേണ്ടിയിരുന്നതെന്നാണ്. അത് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തു തന്നെ ആയാലും ശരി, പുനലൂർ നഗരസഭാ പ്രദേശത്തിന് കുടിവെള്ളം കിട്ടിയില്ല. കഴിഞ്ഞ പണവും രേഖകളും അടച്ച കരവാളൂരിലെ 5000-ലധികം ഉപഭോക്താക്കളിൽ 2000-ൽ താഴെ പേർക്ക് മാത്രമാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി അധികാരികൾ കണക്ഷൻ നൽകിയതെന്നും ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്ത് 33 മാസങ്ങൾ കഴിഞ്ഞിട്ടും കണക്ഷനുകൾ നൽകാത്തത് പദ്ധതിയുടെ പരാജയമാണെന്നും അടിയന്തരമായി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഉപരോധ സമരം തുടങ്ങി 1 മണിക്കൂറിന് ശേഷം പോലീസ് സമരക്കാരെ നീക്കം ചെയ്തു. DCC അംഗം CK പുഷ്പരാജൻ, CBA ഉമ്മൻ, മുഹമ്മദ് റാഫി, സുരേഷ് പരവട്ടം, രജനീഷ്, അരുൺ കൃഷ്ണൻ, ഷിജു, ശ്രീമോൻ, ജിജോ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. ചടയമംഗലം ഉപജില്ലാ കലോത്സവം സമാപിച്ചു. കടയ്ക്കലിൽ നിന്നുള്ള സ്കൂളുകൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ചടയമംഗലം ഉപജില്ലാ കലോത്സവം സമാപിച്ചു. കടയ്ക്കലിൽ നിന്നുള്ള സ്കൂളുകൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. കലോത്സവത്തിൽ LP UP വിഭാഗത്തിൽ കടയ്ക്കൽ ഗവൺമെന്റ് UPSഉം HS HSS വിഭാഗത്തിൽ കടയ്ക്കൽ ഗവൺമെന്റ് HSSഉം ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. LP വിഭാഗത്തിൽ കുരിയോട്ട് SKV LPSഉം UP വിഭാഗത്തിൽ ചിതറ ഗവൺമെന്റ് HSSഉം HS HSS വിഭാഗത്തിൽ കുറ്റിക്കാട് CP ഹയർ സെക്കൻഡറി സ്കൂളുകളും 2ാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയുടെ മികവ് അവിടെ പ്രകടിപ്പിച്ച് ഒരു മാന്യമായിട്ടുള്ളൊരു സ്ഥാനവുമായിട്ട് നമുക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പലപ്പോഴും സംസ്ഥാന തലത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മടങ്ങി വരുന്നത് കൂടുതൽ ട്രോഫികളുമായിട്ടല്ല എന്ന ഒരു സ്ഥിതി നമുക്കുണ്ട്. കാര്യം നമ്മുടെ കുറ്റം കൊണ്ടല്ല, നമ്മളെക്കാൾ മിടുക്കരാണ് മറ്റവരെന്നുള്ളതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഒരു 1ാം സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് എന്തെങ്കിലും എത്തണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ജില്ലാ പഞ്ചായത്ത് സ്കൂൾ തലങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ തന്നെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കലാഗ്രാമം എന്നൊരു പദ്ധതി ആരംഭിച്ച് പാവപ്പെട്ട അവരെയും നല്ല താല്പര്യമുള്ള കുട്ടികളെയും ഒക്കെ പരിപോഷിപ്പിക്കാൻ ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട്. PTA പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു. HMC തങ്കമണി സ്വാഗതം പറഞ്ഞു. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G രാജീവ് വിജയികൾക്കായുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസാരിച്ചു. ലൈവ് വാർത്ത കടയ്ക്കൽ. പുനലൂർ ഉപജില്ലാ കലോത്സവം 3ാം ദിവസം പിന്നിട്ടു. കടുത്ത മത്സരങ്ങളാണ് വേദികളിൽ നടക്കുന്നത്. നൃത്തവേദികളിൽ മത്സരാർത്ഥികൾ ഇഞ്ചോടിഞ്ച് പോരാടുന്നു. മത്സരത്തിന്റെ 3ാം ദിനമായ ഇന്ന് തിരുവാതിര, സംഘനൃത്തം, മാർഗംകളി, പരിചമുട്ട്, മിമിക്രി, മോണോ ആക്ട്, കഥാപ്രസംഗം, നാടകം, വഞ്ചിപ്പാട്ട്, നാടൻപാട്ട്, ദേശഭക്തിഗാനം, സംഘഗാനം, ഓട്ടംതുള്ളൽ എന്നീ മത്സരങ്ങളാണ് അരങ്ങേറിയത്. വേദി 1ലാണ് പ്രധാന ഇനങ്ങളായ തിരുവാതിര, സംഘനൃത്തം, മാർഗംകളി എന്നിവ നടന്നത്.
LP, UP, ഹൈസ്കൂൾ, +2 വിഭാഗങ്ങളായി തിരിച്ച് പ്രത്യേകമായി നടന്ന മത്സരങ്ങൾ ഏറെയും മികച്ച നിലവാരം പുലർത്തിയതായി വിധികർത്താക്കൾ പറഞ്ഞു. മുസ്ലിം സമുദായത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശൈശവവിവാഹത്തിനെതിരെയും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സ്ത്രീപീഡനത്തിനെതിരെയും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കെതിരെയും കലാലയങ്ങളിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയുമെല്ലാം മോണോ ആക്ടിലൂടെ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. നമ്മുടെ സഹോദരിമാരെ കാമപ്രാന്തന്മാരിൽ നിന്നും ശൈശവവിവാഹത്തിൽ നിന്നും രക്ഷിച്ചു. അതുകൊണ്ടിട്ട് നമുക്ക് സന്തോഷമുണ്ട്. നീ ക്ലാസ്സിലേക്ക് പോയല്ലേ, അതിനു മുമ്പ് ഇതൊന്ന് വലിച്ചേ. വേണ്ട പ്ലീസ്. അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ മോനെ, വലിയടാ. ഹരിദോഷം കലർന്ന ഹോബദ സംഗമിഹം ഞാൻ ഭവ ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട കർഷക വിരുദ്ധ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാനുമായ സി മോഹനൻ പിള്ള ലൈവ് വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട കർഷക വിരൂപ നിർദ്ദേശങ്ങൾ പിൻവലിച്ച് കർഷകരുടെയും മലയോര നിവാസികളുടെയും ആശങ്ക ദൂരീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിദഗ്ധ സമിതി മുമ്പാകെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാനുമായ സി മോഹനൻ പിള്ള പറഞ്ഞു. ജനസാന്ദ്രത കണക്കാക്കുമ്പോൾ നിലവിലുള്ള വനം ഒഴിവാക്കി മാത്രം കണക്കാക്കുക. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ജനസാന്ദ്രത 100-ൽ കൂടുതലാണെങ്കിൽ എക്കോ സെൻസിറ്റീവ് ഏരിയയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ 100-ൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പിൻവലിക്കുക. രാസവള കീടനാശിനി പ്രയോഗ നിരോധനം ഒഴിവാക്കി അമിത പ്രയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക. എക്കോ സെൻസിറ്റീവ് ഏരിയയിലുള്ള വില്ലേജുകളുടെ സംവേദക മേഖല 10 കിലോമീറ്റർ എന്നത് 0 കിലോമീറ്ററാക്കി നിജപ്പെടുത്തുക. എയർ ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ ചുറ്റളവ് ഒരിക്കലും കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊല്ലം ജില്ലാ സന്ദർശനത്തിനെത്തുന്ന വിദഗ്ധ സമിതി മുമ്പാകെ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചതുരശ്ര കിലോമീറ്ററിന് 100 ആളുകൾ കൂടുതൽ ഉള്ള ഭാഗം ഒഴിവാക്കണമെന്ന് പറയുന്നെങ്കിലും ശരി തന്നെ ഇപ്പോൾ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ ആ മാനദണ്ഡം പാലിച്ചിട്ടില്ല. 100-ൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളും ഈ പരിസ്ഥിതി ലോല പ്രദേശം എന്നുള്ള നിലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പിൻവലിക്കണമെന്നാണ് പാർട്ടിയുടെ ഒന്നാമത്തെ ആവശ്യം. അതുപോലെ തന്നെ ജനസാന്ദ്രത കണക്കാക്കുന്ന കാര്യത്തിൽ 2011 സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള ജനസാന്ദ്രത മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട്. വിജ്ഞാപനത്തിൽ പറഞ്ഞ വില്ലേജുകളെ മുഴുവനായി കണക്കാക്കാതെ, അതായത് ഒരു വില്ലേജ് മൊത്തത്തിൽ ബൾക്കായിട്ട് ആ വില്ലേജ് മൊത്തം ഒരു പ്രദേശമായിട്ട് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെയേറെ ആളുകൾക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഏതൊക്കെ ഭാഗങ്ങളാണ് ഒരു വില്ലേജ് പൂർണ്ണമായിട്ടും ആവശ്യമില്ല, എന്നാൽ പ്രത്യേകമായ ചില പ്രദേശങ്ങൾ ആ വില്ലേജിൽ തന്നെ അങ്ങനെ ആവശ്യമായ പ്രദേശങ്ങൾ മാത്രമായിട്ട് മാർക്ക് ചെയ്ത് അത് മാത്രമായി ഒഴിവാക്കണം, വില്ലേജിനെ പൂർണ്ണമായി എടുക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശവും ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആരോഗ്യവകുപ്പ് മന്ത്രി അത്യാഡംബരപൂർവ്വം ഉദ്ഘാടനം ചെയ്ത കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് ഉദ്ഘാടനത്തിന് ശേഷം തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല.
സ്വകാര്യ മേഖലയിലെ ലാബുകാരുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് എക്സ്റേ യൂണിറ്റ് തുറക്കാത്തതിന് പിന്നിലെന്ന് ആരോപണമുയരുന്നു. അത്യാഡംബരപൂർവ്വം മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തിയിട്ടും മിഴി തുറക്കാതെ എക്സ്റേ യൂണിറ്റ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റാണ് ഇനിയും പ്രവർത്തനം ആരംഭിക്കാത്തത്. പുറമേ നിന്നുള്ള ഇടപെടലുകൾ ഇപ്പോഴും ശക്തമെന്ന് ആരോപണവുമുണ്ട്. തിങ്കളാഴ്ചയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി എക്സ്റേ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായ ശേഷമായിരുന്നു ഉദ്ഘാടനം. എന്നാൽ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതല്ലാതെ ഇതുവരെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കൊട്ടാരക്കര KSRTC ഗാരേജിൽ വെച്ച് ജീവനക്കാരന് അപകടം പറ്റി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എക്സ്റേ യൂണിറ്റ് അടഞ്ഞുകിടക്കുകയായിരുന്നു. തുടർന്ന് സ്വകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടി വന്നു. ആശുപത്രി അധികൃതരും സ്വകാര്യ എക്സ്റേ സ്ഥാപനക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ട് മൂലമാണ് ഇവിടുത്തെ യൂണിറ്റ് അടച്ചിട്ടിരിക്കുന്നതെന്നാണ് ആരോപണം. 4 വർഷം മുമ്പ് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാത്തതിനെ തുടർന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ലക്ഷങ്ങളുടെ ഉപകരണങ്ങളാണ് വെറുതെ കിടന്ന് നശിക്കുന്നത്. ആശുപത്രി അധികൃതരുടെയും സ്വകാര്യ ലാബുകാരുടെയും കൂട്ടുകെട്ടും കമ്മീഷനിലുള്ള ഇടപെടലുകളും ലൈവ് വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഇത് മനസ്സിലാക്കിയവർ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ഗത്യന്തരമില്ലാത്ത ഘട്ടമെത്തിയപ്പോഴാണ് എക്സ്റേ യൂണിറ്റ് ഇവിടെ സജ്ജീകരിച്ചതും ഉദ്ഘാടനം നടത്തിയതും. എന്നാൽ തുടർന്നും സ്വകാര്യ ഏജൻസികളുടെ ഇടപെടൽ ശക്തമായി നിലനിൽക്കുകയാണ്. എക്സ്റേ യൂണിറ്റ് സജ്ജീകരിച്ച കെട്ടിടത്തിന്റെ മുകളിൽ ജനാലയുടെ കതക് ഇളകി താഴേക്ക് വീഴാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും വീണേക്കാവുന്ന അവസ്ഥയിൽ ഇതും അപകട ഭീഷണി ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. നിയമങ്ങൾ കാറ്റിൽ പറത്തി ടിപ്പർ ലോറികൾ നിരോധിത സമയത്ത് ചിതറയിൽ അമിത വേഗതയിൽ സർവീസ് നടത്തുന്നു. കടക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. നിയമങ്ങൾ കാറ്റിൽ പറത്തി ടിപ്പർ ലോറികൾ നിരത്തിൽ സജീവം. രാവിലെ 9 മണിക്ക് മുൻപ് ടിപ്പറുകൾ നിരത്തിൽ ഇറക്കരുതെന്ന കോടതി നിയമം ലംഘിച്ചുകൊണ്ടാണ് ചിതറയിൽ ടിപ്പർ ലോറികൾ പായുന്നത്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം രാവിലെ 9 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെയുമാണ് ചിതറയിൽ ടിപ്പറുകൾ നിരത്തിലിറങ്ങുന്നത്. ചിതറ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം റോഡിന് ഇരുവശവുമായി ടിപ്പറുകൾ പാർക്ക് ചെയ്യുന്നത് അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കൊടും വളവുള്ള ഈ സ്ഥലത്ത് ഇരുവശങ്ങളിലുമായി ടിപ്പറുകൾ നിർത്തുന്നത് മൂലം റോഡിൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. സ്കൂളിന് സമീപം എത്തുന്ന കുട്ടികൾക്ക് റോഡ് മുറിച്ചു കടക്കുമ്പോൾ ടിപ്പറുകളുടെ മറവ് മൂലം ഇരുദിശയിലെയും വാഹനങ്ങൾ കാണുവാൻ സാധിക്കുന്നില്ല. പലപ്പോഴും കുട്ടികൾ കഷ്ടിച്ചാണ് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത്. കുട്ടികളുടെ സ്വാതന്ത്ര്യദിന പരേഡ് നടക്കുന്നതിനിടയിൽ കൂടി ടിപ്പർ ഓടിച്ചുപോയ സംഭവം ഇവിടെ മുൻപുണ്ടായിട്ടുണ്ട്. ടിപ്പറുകളുടെ ഈ നിയമലംഘനം പലപ്പോഴും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പതിവ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കൊട്ടാരക്കര കോൺഗ്രസ് ഭവൻ ഡിസംബർ 21 ഉദ്ഘാടനം ചെയ്യും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കൊട്ടാരക്കര കോൺഗ്രസ് ഭവൻ ഡിസംബർ 21 ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4 നില കെട്ടിടമാണ്. താഴത്തെ നിലയിൽ 2 മുറിയുണ്ട്, 2 വാടക കൊടുക്കുന്നതാണ്. അതിന്റെ മേളിൽ ഓഫീസും മറ്റേ ബഹുമാനപ്പെട്ട കൊടുക്കുന്ന സുരക്ഷിക്കാനുള്ള ഓഫീസും ഉണ്ട്. അതിന്റെ മേളിൽ ഒരു കോൺഫറൻസ് ഹാളാണ്. അതിന് മേളിൽ എന്തെങ്കിലും പ്രശ്നം ഡൈനിങ് ഹാളും ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസാണ്. ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് എന്ന് വെച്ചാൽ കേരളത്തിൽ 250 ബ്ലോക്ക് കമ്മിറ്റി ഉണ്ട്. 4 പഞ്ചായത്തുകൾ, 5 മണ്ഡലങ്ങൾ ചേർന്നാണ് ബ്ലോക്ക് കൊട്ടാരക്കര. അപ്പോൾ ഇത് കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ ഒരു മുതൽക്കൂട്ടാണ്. കോൺഗ്രസിന് പണ്ടൊക്കെ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു. കൊട്ടഗോപാലകൃഷ്ണൻ MLA ആയ സമയം മുതൽ നേതാക്കന്മാർ ഒരുപാട്, അതിന് മുമ്പും വലിയ നേതാക്കന്മാരൊക്കെ കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിലും പാർട്ടി ഓഫീസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കര വന്ന ശേഷമാണ് ഇത് ഓഫീസ് ഉണ്ടാക്കാൻ സാധിച്ചത്. കൊടിക്കുന്നിൽ സുരേഷിന്റെ പങ്ക് ഇതിൽ വലിയതാണ്, വലിയ പങ്കാണ്. വലിയ പങ്കെന്ന് വെച്ചാൽ ഇതിനുവേണ്ടി ആത്മാർത്ഥമായി 24 മണിക്കൂർ പ്രവർത്തിച്ച് ഈ 1 കോടി രൂപ സ്വരൂപിക്കുന്നതിന് കൊട്ടാരക്കരയിലെ ഈ 4 പഞ്ചായത്തിലെ മണ്ഡലം പ്രസിഡന്റുമാരും ബാക്കി എല്ലാ 5 മണ്ഡലങ്ങൾ 4 പഞ്ചായത്തിലെ 5 മണ്ഡലങ്ങളിൽ മണ്ഡലം പ്രസിഡന്റുമാരും ബാക്കി എല്ലാവരും. 21 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 10,000 പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് പുലമൺ ജംഗ്ഷനിൽ നിന്നും സമ്മേളന നഗരിയായ കൊട്ടാരക്കര ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിലേക്ക് റാലി നടത്തും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, AICC, KPCC, DCC ഭാരവാഹികൾ, പോഷക സംഘടനാ സംസ്ഥാന നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 300 പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന കോൺഫറൻസ് ഹാളും കെട്ടിടത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ മുതിർന്ന പാർട്ടി നേതാക്കളെ അനുമോദിക്കും. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് വി ജോൺ മത്തായി, ജനറൽ കൺവീനർ O രാജൻ, അംഗങ്ങളായ പെരുങ്കുളം രാജേന്ദ്രൻ, ചിറയത്ത് അജിത്, സജിത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ ജില്ലാതല മെഡിക്കൽ മൊബൈൽ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് പട്ടികവർഗക്കാർക്കായി അനുവദിച്ച മൊബൈൽ മെഡിക്കൽ ക്ലിനിക്കിന്റെ ജില്ലാതല ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു നിർവഹിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഉറുകുന്ന് കോളനി ജംഗ്ഷനിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. അസുഖബാധിതരായിട്ടുള്ളവരും മറ്റും ഈ തൊട്ടടുത്ത് എത്തിച്ചേരുന്ന, അടുത്ത കോളനിയിൽ എത്തിച്ചേരുന്ന ഈ മൊബൈൽ യൂണിറ്റ് കാത്ത് അവിടെ ചെല്ലാനോ കാത്തിരിക്കാനോ പോയി ഡോക്ടറെ കാണുന്നതിനോ ഒക്കെ ഉപകരിക്കും. അതുകൊണ്ട് ഈ ചിട്ടപ്പെടുത്തിയതിനോടൊപ്പം കുളത്തൂപ്പുഴ പോലെയുള്ള പഞ്ചായത്തുകളിൽ നിരവധി കോളനികളുണ്ട് എന്നുള്ളതും പല കോളനികളിലും ഈ വണ്ടി എത്തിച്ചേരില്ല, അതിനുള്ള ഗതാഗത സൗകര്യമില്ല എന്നുള്ളത് കൊണ്ടും, എന്നാൽ എല്ലാവർക്കും ഇതിന്റെ സൗകര്യം കിട്ടത്തക്ക രീതിയിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കോളനിയോട് ചേർന്ന് തൊട്ടടുത്ത എത്തിച്ചേരാൻ വഴിയില്ലാത്ത പ്രദേശത്ത് ആളുകൾ കൂടെ വരത്തക്കവണ്ണം ഒരു അറിയിപ്പ്, ഇന്ന ദിവസം, ഒരാഴ്ചയിൽ ഇന്ന ദിവസം രാവിലെ ഇത്ര മണിക്ക് ഇവിടെ ഇന്ന കോളനിയിൽ ഈ മെഡിക്കൽ യൂണിറ്റ് എത്തും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു നിശ്ചിതമായ ധാരണ. പട്ടികവർഗ വിഭാഗത്തിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, തുടർ ചികിത്സ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് മൊബൈൽ മെഡിക്കൽ ക്ലിനിക്ക് എന്ന പദ്ധതിക്ക് സർക്കാർ രൂപം കൊടുത്തത്. ഇതിന്റെ ആദ്യഘട്ടമായി ആരംഭിക്കുന്ന 2 ക്ലിനിക്കുകളിൽ ഒന്ന് കൊല്ലം ജില്ലയ്ക്ക് ലഭിച്ചു. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ഏജൻസിയുടെ ചുമതലയിലാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. ഒരു ഡോക്ടർ, ഒരു ലാബ് ടെക്നീഷ്യൻ, ഒരു നഴ്സ്, ഒരു ഡ്രൈവർ എന്നിവർ ഉൾപ്പെടുന്ന സംഘം കൊല്ലം ജില്ലയിലെ മുഴുവൻ പട്ടികവർഗ കോളനികളിലും സഞ്ചരിച്ച് രോഗികളെ ചികിത്സിക്കും. 2 ജില്ലകളിലായി 1.70 കോടി രൂപയാണ് പട്ടികവർഗ വികസന വകുപ്പ് ഇതിനായി കൈമാറിയത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഈ സ്വപ്ന പദ്ധതി പട്ടികവർഗ വിഭാഗത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നും ജില്ലയിലെ മെഡിക്കൽ ഓഫീസർമാർ പദ്ധതിയുടെ പ്രൊമോട്ടർമാർ ആകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് K രാജു പറഞ്ഞു. ചടങ്ങിന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ അധ്യക്ഷനായി. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ സ്വാഗതം പറഞ്ഞു. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ, പുനലൂർ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ VK ഗോവിന്ദൻ, തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VM സലീം, ഷൈനി ബിജു, സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് അംഗം K ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. മൂല്യബോധമുള്ള തലമുറയുടെ അഭാവമാണ് ആധുനിക സമൂഹം നേരിടുന്ന പ്രതിസന്ധിയെന്ന് ഡോക്ടർ രജിത് കുമാർ. പത്തനാപുരം UITയിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം പുതുതലമുറയിൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക കാലഘട്ടത്തിൽ യുവതലമുറ പലവിധ കാരണങ്ങളാൽ വഴിതെറ്റുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഗൌരവമുള്ള വിജ്ഞാന സദസ്സുകളും ബോധവൽക്കരണവും ആവശ്യമാണെന്ന് ഡോക്ടർ രജിത് കുമാർ പറഞ്ഞു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെപ്പറ്റി പറയാറുണ്ടെങ്കിലും അത്തരം അറിവുകൾ വിദ്യാർത്ഥികൾക്ക് പാഠ്യപദ്ധതിയിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും മാനസിക പരിവർത്തനത്തിന് ഉപകരിക്കുന്ന പഠനബോധന പ്രക്രിയയിലൂടെ മാത്രമേ യുവതലമുറയിൽ ശരിയായ മൂല്യബോധം സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾക്ക് സാമൂഹ്യ സാഹചര്യങ്ങൾ കാരണമാകാറുണ്ടെന്നും കൊട്ടേഷൻ സംഘത്തിലും മാഫിയ സംഘങ്ങളിലും സൈബർ കുറ്റകൃത്യങ്ങളിലും അകപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണെന്നും ശരിയായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ആപത്കരമായ ഈ ദുസ്ഥിതിക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂവെന്നും ഡോക്ടർ രജിത് കുമാർ ഓർമ്മിപ്പിച്ചു. മാതാപിതാക്കളെയും അധ്യാപകരെയും ആദരിക്കുകയും സ്നേഹിക്കുകയും വേണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. നല്ല ഹൃദയങ്ങളിലെ നല്ല ചിന്തകൾ ഉണ്ടാവുകയുള്ളൂവെന്നും നല്ല ചെടികളിലെ നല്ല പൂക്കൾ ഉണ്ടാവുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആചാര്യന്മാരെയും ആത്മീയ ഗ്രന്ഥങ്ങളെയും അതിന്റെ മാനവികവും ആത്മീയവും ദാർശനികവുമായ വശങ്ങളെ ആസ്പദമാക്കിയാണ് പ്രമുഖ പ്രഭാഷകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ രജിത് കുമാർ പ്രഭാഷണം നടത്തിയത്. സുന്ദരികളെ, സുന്ദരന്മാരെ എന്ന് ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം ഇത് മാത്രമാണ്. എന്റെ മോളെ, നീ യഥാർത്ഥത്തിൽ നിന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? നിന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? ഈ കണ്ണുകൾ കൊണ്ടല്ല, അകത്ത് നിനക്ക് ദൈവം ഒരു കണ്ണ് തന്നിട്ടുണ്ടായിരുന്നു. ആ കണ്ണ് ഉപയോഗിച്ച് നിന്റെ അമ്മയുടെ വേദന,
നിന്റെ അച്ഛന്റെ വേദന, അവരുടെ കഷ്ടപ്പാടുകൾ. അവർ യഥാർത്ഥത്തിൽ ജീവിച്ചിട്ടില്ല, അതറിയാമോ? അവർ നന്നായി ജീവിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളെ നന്നായി പഠിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. എന്നിട്ട് ആ അമ്മയുടെ മുഖം നോക്കി കള്ളം പറയാൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു മടിയും ഇല്ല എന്നുള്ളതാണ് ഏറെ വിശിഷ്ടം. ഞാൻ നിങ്ങൾ നാട്ടുകാരോട് കള്ളം പറഞ്ഞോ എന്ന് ചോദിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല. കാരണം നാട്ടുകാരിൽ പലരും കള്ളനാണെങ്കിൽ പിന്നെ കള്ളന്മാരോട് നമുക്ക് കള്ളത്തരത്തിൽ തന്നെ പോവാം. ദൃശ്യമാധ്യമങ്ങളുടെ സഹായത്തോടെ മതപരിവർത്തനം സൃഷ്ടിക്കുന്ന നിരവധി ഹൃദയചിത്രങ്ങളും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. അമീർ ഖാൻ ചായ കുടിക്കുന്നു. ആ കുഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എച്ചില് വാരി പാത്രം തുടച്ച് മേശ തുടച്ചിട്ടാണ് അവൻ പഠിക്കാനായിട്ട് പോകുന്നത്. ചായ കുടിക്കുന്ന അമീർ ഖാൻ ഒരു സെക്കൻഡ് തോന്നി ആ കുട്ടിയെ വിളിച്ച് ഒരു ചായ കൊടുത്തെങ്കിൽ, 2 ബിസ്ക്കറ്റ് കൊടുത്തെങ്കിൽ അവന് വയറ് നിറയുമായിരുന്നു. ചെയ്യുമ്പോൾ നമുക്കും ഒരു സംതൃപ്തി കിട്ടും. നോക്കിയേ, ആ കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തി അവനൊരു ചായയും 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് അവന്റെ തോളിൽ തട്ടുമ്പോ ആ മുഖത്തുണ്ടാകുന്ന ആത്മസംതൃപ്തി. നിങ്ങൾ എത്രയോ രൂപ നിങ്ങൾ ബിയർ അടിക്കാനും ചാരായം കുടിക്കാനും സിനിമ കാണാനും മൊബൈൽ റീചാർജ് ചെയ്യാനും ഫേസ്ബുക്കിന് വേണ്ടിയും മറ്റ് പല രീതിയിൽ നിങ്ങളെന്ന് പറയുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ എത്രയോ രൂപ അടിച്ചു പൊളിച്ച് ഇല്ലാതാക്കി കളയുമ്പോൾ നിങ്ങളുടെ ഓരോ തുള്ളി പൈസയ്ക്ക് വേണ്ടി ആ പൈസയിൽ ഒരു ജീവൻ പോലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ നാട്ടിലും ലോകത്തും ഇരിക്കുമ്പോൾ നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നില്ല. ഡോക്ടർ രജിത് കുമാറിന്റെ പ്രഭാഷണം കേൾക്കുന്നതിനായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പത്തനാപുരം UITയിൽ നടന്ന സെമിനാറിൽ പങ്കുകൊണ്ടു. പത്തനാപുരം UIT പ്രിൻസിപ്പൽ പ്രൊഫസർ സുധാകരൻ പിള്ള, NSS പ്രോഗ്രാം ഓഫീസർ U ഫെബിൻ, ശ്രീന G നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വകാര്യ റബ്ബർ സംസ്കരണ യൂണിറ്റിലെ മലിനജലത്തിൽ നിന്നുള്ള ദുർഗന്ധം ഒരു പ്രദേശത്തെ മുഴുവൻ ദുരിതത്തിലാക്കുന്നു. കടയ്ക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. സ്വകാര്യ റബ്ബർ സംസ്കരണ യൂണിറ്റിലെ ദുർഗന്ധം മൂലം ഒരു പ്രദേശം മുഴുവൻ ദുരിതത്തിൽ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഐരക്കുഴി വാർഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ റബ്ബർ സംസ്കരണ യൂണിറ്റിൽ നിന്നും പരക്കുന്ന ദുർഗന്ധം മൂലം പെരിങ്ങാട് പ്രദേശത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടനുഭവിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മുൻപ് യൂണിറ്റിൽ നിന്നും മലിനജലം ഒഴുകിയെത്തുന്നു എന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് ഹെൽത്ത് അധികൃതർ പ്രദേശം സന്ദർശിച്ച് യൂണിറ്റിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് റബ്ബർ സംസ്കരണ യൂണിറ്റ് അധികൃതർ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. എന്നാൽ മഴക്കാലമായതോടെ പ്രശ്നം ഗുരുതരമായി. കാറ്റ് വീശുമ്പോൾ വരുന്ന രൂക്ഷമായ ദുർഗന്ധം മൂലം ഭക്ഷണം പോലും കഴിക്കാനാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രികാലങ്ങളിൽ ഉറങ്ങാനും സാധിക്കുന്നില്ലത്രേ. അടിയന്തരമായി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് I വാർഡ് പ്രസിഡന്റ് അഷ്റഫ് പറഞ്ഞു. ഈ ഭാഗത്തുനിന്നാണ് ഈ സ്മെല്ല് വളരെ ശക്തമായ രീതിയിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ രാത്രികാലങ്ങളിൽ ഡോർ അടച്ചിട്ട് അകത്തിരുന്നാൽ പോലും സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്. വളരെ ഭീകരമായ. കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് ഈ വെള്ളം തുറന്നു വിട്ട് ഞാൻ ഈ പരിസരത്ത് വന്നിട്ട് പരിശോധിച്ചതാണ്. വളരെ ശക്തമായ സ്മെല്ല്. ഞങ്ങൾ പല പ്രാവശ്യം ഇതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ ഒപ്പുശേഖരണം നടത്തി പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇന്നലെ വിളിച്ചു വെച്ചപ്പോൾ അദ്ദേഹം വന്ന് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പേരിൽ ശക്തമായ സമരപരിപാടി ആരംഭിക്കുകയും ചെയ്യും. ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും. ഭയങ്കര കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മഴ ചാറുമ്പോഴും ആണ് ഭയങ്കര നാറ്റം. പിന്നെ എപ്പോഴും നാറ്റം തന്നെ. തുറന്നു വിടുമ്പോഴേ വെള്ളം അടിക്കും, ഓസിലിട്ട് റബ്ബറിന്റെ മൂട്ടിലടിക്കും. അപ്പോഴും ഭയങ്കര നാറ്റമാണ്. നിൽക്കാൻ പോലും പറ്റാത്ത നാറ്റമാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് നാറ്റം കയറും. ചില സമയങ്ങളിൽ ശക്തമായ സ്മെല്ലാണ്. നല്ല കാറ്റടിക്കുമ്പോൾ സമയങ്ങളിൽ നല്ല വീട്ടിനകത്തിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലാണ് ഉണ്ടാകുന്നത്. ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ സ്മെല്ല് നമ്മളെ ബാധിച്ചിരിക്കുന്നത്. സ്മെല്ലുണ്ട്, പിന്നെ കൊതുശല്യം ഇതിൻ്റെ ഇതുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജയിൽ മോചിതനായ യുവാവ് പോലീസ് മർദ്ദനം മൂലമാണ് മരിച്ചതെന്നാരോപിച്ച് പിതാവ് രംഗത്ത്. പുനലൂർ ഉപജില്ലാ കലോത്സവം 3ാം ദിവസം പിന്നിടുന്നു. വേദികളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ ജില്ലാതല മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.